അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. അവന് ഏകാന്തതയിൽ അതിജീവിക്കാനാവില്ല. പക്ഷേ മനുഷ്യൻ മാത്രമാണോ സമൂഹ ജീവിയായിട്ടുള്ളത്? കൂട്ടമായി ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ സമൂഹ ജീവികൾ എന്ന് പറയുന്നത്. ഇവർ സ്പീഷീസിലെ മറ്റംഗങ്ങളുമായി വളരെയധികം ഇന്ററാക്റ്റീവ് ആയിരിക്കും. പക്ഷേ മനുഷ്യരുടെ കാര്യത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കുറെ കൂടി സങ്കീർണമായ ഗ്രൂപ്പുകളാണ് മനുഷ്യ സമൂഹം. ഒരു സ്പീഷ്യസ് എന്നതിലുപരി ഒരു കൂട്ടം സ്പീഷ്യസ് ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളാണ്. മനുഷ്യൻ അവന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഇണക്കിയെടുത്ത ചില മൃഗങ്ങളും അവനെ പരോക്ഷമായി ആശ്രയിക്കുന്ന മറ്റ് ജീവികളും എല്ലാം കൂടി അവൻ തന്നെ വളരെ സ്മാർട്ടായി ക്രിയേറ്റ് ചെയ്ത ഒരു ബയോസ്ഫിയർ എന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെ നമ്മളെക്കാൾ സമർത്ഥരായ മറ്റൊരു ഭാഗം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കൂട്ടത്തിൽ കിടന്നുകൂടിയിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയ, ലോയലായ, അതിനേക്കാൾ ഉപരി വളരെ ക്യൂട്ടായ ഒരു കൂട്ടർ. മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയെന്ന് വിശ്വസിക്കുന്ന ജീവികൾ. കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ്. വെൽക്കം ടു മോഷൻ ബുക്ക്. ഇറ്റ്സ് ഇൻഫോ ടൈം. മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ ജീവികൾ എന്ന് പറയുന്നതിൽ നല്ലത് മനുഷ്യനെ ആദ്യമായി ഇണക്കി വളർത്തിയ ജീവികൾ എന്ന് പറയുന്നതായിരിക്കും. കാരണം മനുഷ്യർക്ക് നായ്ക്കളെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും വളരെ മുമ്പ് തന്നെ അവർ മനുഷ്യരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്ന് മുതലാണ് മനുഷ്യനും നായകളും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടായത് എന്ന് വ്യക്തമല്ല. പഠനങ്ങൾ പലതും പല ഡേറ്റകളാണ് നൽകിയത്. നായകളുടെ പൂർവികരെ അന്വേഷിച്ചാൽ നമുക്ക് പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിനപ്പുറത്തേക്ക് പോകാനാവില്ല. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു തരം ചെന്നായകളോട് സാമ്യമുള്ള ജീവികളിൽ എത്തി നിൽക്കും. ഇവ ഇന്ന് വംശനാശം സംഭവിച്ചിരിക്കുന്നതാണ്. ചെന്നായകളും നായകളും ഒരേ പൂർവികയിൽ നിന്ന് വേർതിരിച്ചു വന്നതെന്ന് വിശ്വസിക്കുന്നെങ്കിലും ഇത്തരമൊരു പൂർവിക ജീവിയെ ഇന്നേ വരെ കണ്ടെത്താനായിട്ടില്ല. എന്തു തന്നെയായാലും ഏകദേശം 27,000 മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴായിരിക്കാം ഇവർ തമ്മിൽ വേർതിരിഞ്ഞത് എന്നാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. നായ്ക്കളുടെ ഡൊമസ്റ്റിക്കേഷൻ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇത് ചുരുങ്ങിയ കാലഘട്ടത്തിൽ സംഭവിച്ച ഒന്നാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആദ്യമൊക്കെ മനുഷ്യരെ കൂടെ ചേർന്ന് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്ന് ചെന്നായ്ക്കൾ മനുഷ്യർ കുടിയേറുന്നതിനനുസരിച്ച് അവരോടൊപ്പം തുടർന്ന് ഇവ ചിലപ്പോൾ വീണ്ടും മറ്റു പ്രദേശങ്ങളിൽ ഇന്റർബ്രെഡ് ആയിട്ടുണ്ടാവാം. ഇത് പലപ്പോഴും പഠനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം. ഇതെല്ലാം കൊണ്ട് തന്നെ കൃത്യമായ ഒരു പിൻഗാമിയെ ട്രേസ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും മനുഷ്യനെ ഭീതിപ്പെടുത്തിയിരുന്ന ഒരു കാലത്ത് മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ചെന്നായ്ക്കൾ ഇന്ന് മനുഷ്യരുടെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരായത് എങ്ങനെയായിരിക്കാം? ഏറെക്കുറെ ശാസ്ത്രലോകം തർക്കമില്ലാതെ അംഗീകരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഹോമോസാപ്പിയൻസ് ജന്മം കൊണ്ടത് ആഫ്രിക്കയിലാണെന്ന് ഇതുവരെയുള്ള പഠനങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നത്. അവിടെ നിന്നാണ് മറ്റ് പല പ്രദേശങ്ങൾക്കും കുടിയേറിയത്. അതിനു മുമ്പ് യൂറോപ്പിലും ഏഷ്യയിലും ഒന്നും മനുഷ്യവാസം ഉണ്ടായിരുന്നില്ല. ഈ സമയം യുറേഷ്യ അടക്കി വാണിരുന്നത് ചെന്നായ്ക്കളായിരുന്നു. വളരെ സ്കിൽഡായി അവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിനായി ഒരു മത്സരം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ചെന്നായ്ക്കളും മനുഷ്യരെ പോലെ തന്നെ വളരെ സോഷ്യലായി ജീവിക്കുന്ന ജീവികളാണ്. ചെറിയ ഗ്രൂപ്പുകളായാണ് ഇവ വേട്ടയാടുന്നത്. അവരുടെ ഉള്ളിൽ തന്നെ ആ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന നിയമങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അവർ മൃഗങ്ങളെ അങ്ങനെ ഗ്രൂപ്പായി ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവയേക്കാൾ വലിയ മൃഗങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അവയ്ക്ക് സാധിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഈ പ്രദേശത്തെ ഏകാധിപതികളായി കഴിഞ്ഞിരുന്ന അവയുടെ ഇടയിലേക്കാണ് മനുഷ്യൻ കടന്നു വരുന്നത്. ആദ്യമായി ഇവിടെ എത്തിയ നിയന്ത്രത്താലുകളുടെ പിൻഗാമികളാണെന്ന് വിശ്വസിക്കുന്നത്. അതിനുശേഷം മോഡേൺ ഹ്യൂമൻസ് അവിടെ എത്തി. ഈ സാഹചര്യത്തിലാണ് അവിടെയുള്ള ചെന്നായകൾ ആദ്യമായി ഒരു മത്സരം നേരിടുന്നത്. മനുഷ്യനും ഒരു കൂട്ടമായി കൃത്യമായ പദ്ധതികളിലൂടെയാണ് വേട്ടയാടുന്നത്. ആദ്യം മനുഷ്യരും ചെന്നായകളും വളരെ വലിയ ശത്രുക്കളായിരുന്നു. അതിന് കാരണം ഒരു പ്രദേശത്തെ വിഭവങ്ങൾ വീതം വെക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന മത്സരം തന്നെ. ചെന്നായകൾ ഗ്രൂപ്പായാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ചില കാരണങ്ങളാൽ അവരിൽ പലരും ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു കൂട്ടം ഇല്ലാതെ അലയുന്ന ഇത്തരത്തിലുള്ളവയ്ക്ക് അതിജീവനം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ മനുഷ്യരുടെ വരവോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അന്ന് വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യൻ ഒരുപാട് കാലമൊന്നും ഒരു സ്ഥലത്ത് തങ്ങുമായിരുന്നില്ല. മാത്രമല്ല മനുഷ്യരെയും ചെന്നായ്ക്കൾ ആക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്തിട്ടുണ്ടാവാം. മനുഷ്യൻ ആത്മരക്ഷയ്ക്കായും ഭയം മൂലവും ഇവയെ ആട്ടി ഓടിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഒറ്റ തിരിഞ്ഞു നടന്നിരുന്ന ചെന്നായ്ക്കളെ മനുഷ്യരുടെ അടുത്തേക്ക് ആകർഷിച്ച മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യൻ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ. സ്വന്തമായി ഒരു കൂട്ടം വല്ലാത്ത ചെന്നായകൾ മറ്റുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ കണ്ടെത്തിയായിരുന്നു ജീവിച്ചിരുന്നത്. ഇതുപോലെ മറ്റു പല ജീവികളും ഉണ്ടായിരുന്നു. ആദ്യം ഭയം മൂലം മനുഷ്യർ ഇവയെ ആട്ടി ഓടിച്ചിട്ടുണ്ടാകാം.
എന്നാൽ കാലക്രമത്തിൽ ആയുധങ്ങളും മറ്റു ഉപകരണങ്ങളും ഒക്കെ ആയുള്ള മനുഷ്യന്റെ മുന്നേറ്റം ചെന്നായ്ക്കളെ വളരെയധികം പിന്നിലേട്ടാക്കി. മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ ഇതുപോലുള്ളവ കൂടുതലായി കാണുവാൻ തുടങ്ങി. സ്വന്തമായി ഒരു കൂട്ടമില്ലാത്തവ മനുഷ്യക്കൂട്ടത്തെ സ്വന്തം കുടുംബമായി കണ്ടു. ഇവ ഭക്ഷണത്തിനായി മനുഷ്യനെയാണ് കൂടുതലായി ആശ്രയിച്ചിരുന്നത്. ഇതിന് ശാസ്ത്രീയമായ ചില തെളിവുകൾ ഇന്നും ലഭിച്ചിട്ടുണ്ട്. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് ലഭിച്ച 28,500 വർഷത്തോളം പഴക്കമുള്ള ഫോസിൽ റിമെയിൻസിൽ നടത്തിയ പഠനങ്ങളാണ് ഇതിന് ആധാരം. 2 ഗ്രൂപ്പ് കനേറ്റ്സ്, അതായത് നായകളും ചെന്നായ്ക്കളും എല്ലാം അടങ്ങുന്ന കുടുംബം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനായി. ഇവയുടെ പല്ലുകളുടെ അവശിഷ്ടങ്ങളുള്ള പ്രത്യേകതയാണ് ഇതിന് കാരണം. ഒരു ഭാഗത്തിന്റെ പല്ലുകൾ കണ്ടെത്തിയ വളരെയധികം പാടുകളാണ് ഇതിന് കാരണം. കട്ടിയുള്ള വസ്തുക്കൾ, അതായത് എല്ലുകൾ പോലുള്ളവ ഭക്ഷിച്ചതുകൊണ്ടാവാം ഇതുണ്ടായത്. ഈ വിഭാഗത്തിനെ പ്രോട്ടോഡോക്സ്, അതായത് ആദിമ നായ്ക്കൾ ആയാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ മറ്റു ഭാഗത്തിന്റെ പല്ലുകൾ മാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവിയെ പോലെയാണ്. അതായത് സ്വയം വേട്ടയാടി പിടിച്ചവയ്ക്ക് കൂടുതൽ മാംസം ലഭിക്കുകയും മനുഷ്യനോടൊപ്പം ജീവിച്ചവർ മനുഷ്യൻ ഭക്ഷിച്ച് ബാക്കി വന്ന അവശിഷ്ടങ്ങൾ ആഹാരമാക്കി വരികയും ചെയ്തു. ഇത്തരത്തിൽ മനുഷ്യനോടൊപ്പം ചേർന്നവ കൂടുതൽ മനുഷ്യനോട് ഇണങ്ങുകയും അവയുടെ ഈ കഴിവുകൾ പുതിയ പുതിയ തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്തു. മാത്രമല്ല, മനുഷ്യൻ എവിടെയെല്ലാം യാത്ര ചെയ്തോ അവിടെയെല്ലാം മനുഷ്യനോടൊപ്പം ഇവ ഉണ്ടായിരുന്നു. അതോടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇവ വ്യാപിക്കുവാനും തുടങ്ങി. ഇവയ്ക്ക് തന്റെ കൂട്ടത്തിന്റെ സംരക്ഷണം എന്ന ചുമതലയും കൂടി ഉള്ളതുകൊണ്ട് പലപ്പോഴും ഇവയെ ഒരു ഗാർഡായി ഉപയോഗിക്കാൻ സാധിച്ചു. എന്നാൽ പിന്നീട് പല വിധത്തിലുള്ള മനുഷ്യ സംസ്കാരങ്ങൾ നിലവിൽ വരികയും മനുഷ്യൻ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ കൂടുതൽ ഭാഗത്തിലുള്ള നായകളെ സൃഷ്ടിച്ചെടുത്തു. നായകൾക്ക് പലതരം ജോലികൾ മനുഷ്യൻ നൽകി. ചെന്നായകളെ അപേക്ഷിച്ച് നായകളിൽ കൂടുതലായി കാണുന്ന AMY2B എന്ന ഒരു പ്രത്യേക തരം ജീൻ ഇവയ്ക്ക് സ്റ്റാർച്ച് വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതിനുള്ള ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ ഉള്ളതാണ്. മനുഷ്യൻ അരിയും ഗോതമ്പും പോലുള്ള കൂടുതൽ സ്റ്റാർച്ച് അടങ്ങിയ ഭക്ഷണത്തെ ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായും ഇവയ്ക്കും ഈ തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കാം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കാലക്രമത്തിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്. എന്നാൽ മനുഷ്യർ പലപ്പോഴും നായ്ക്കളെ ഇതിനേക്കാൾ ഉപരി അവരുടെ കുടുംബത്തിലെ ഒരു അംഗം, പലപ്പോഴും അവരുടെ മക്കളെ പോലെ തന്നെയായിരിക്കും കരുതിയിരുന്നത്. പല പ്രദേശങ്ങളിലും ഇവയുടെ ശവകുടീരങ്ങൾ നമുക്ക് കണ്ടെത്താൻ ആവുന്നതാണ്. മനുഷ്യരെ എങ്ങനെയാണ് അടക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവയെയും അടക്കം ചെയ്തിരുന്നത്. മാത്രമല്ല, ചിലപ്പോൾ ചില മനുഷ്യരോടൊപ്പം തന്നെയായിരിക്കാം അവരുടെ പ്രിയപ്പെട്ട നായ്ക്കളെയും അടക്കം ചെയ്തിരുന്നത്. പല രാജാക്കന്മാരെയും കുടീരങ്ങളിൽ അവരുടെ പ്രിയപ്പെട്ട നായ്ക്കളും കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള അവശിഷ്ടങ്ങളിൽ പലതും പല അപകടങ്ങളെയും അതിജീവിച്ചുള്ള തെളിവുകൾ കാണാവുന്നതാണ്. ഇതിൽ പലതും വളരെയധികം ശ്രദ്ധ കൊടുത്താൽ മാത്രം രക്ഷപ്പെട്ടു വരുന്ന അപകടങ്ങളാണ്. ഇവയുടെ മനുഷ്യർ ഇവയെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത്. 2018 റഷ്യയിൽ സക്ക എന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ ഐസിൽ പ്രിസർവ് ചെയ്ത നിലയിൽ കിടന്ന ഒരു കാനറ്റ് സ്പെസിമെൻ നായകളുടെ പൂർവികരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുന്നു. 10,000 വർഷത്തോളം പഴക്കമുള്ള ഡോഗർ എന്ന് വിളിക്കപ്പെടുന്ന ഈ അവശിഷ്ടത്തിൽ രോമങ്ങൾ പോലും നശിച്ചിട്ടില്ല. ഇത് നായകളുടെ ഭാഗത്തിലാണോ ചെന്നായകളുടെ ഭാഗത്തിലാണോ വരുന്നതെന്ന് കൂടുതൽ DNA സീക്വൻസിംഗ് നടത്തിയ ശേഷം മാത്രമേ പറയാനാവൂ. നായകളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് അവയുടെ കഴിവിലും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ മനുഷ്യൻ കൂടുതലായി ആർട്ടിഫിഷ്യൽ സെലക്ഷനിലൂടെ കൂടുതൽ ബ്രീഡുകളെ സൃഷ്ടിക്കാൻ തുടങ്ങി. ലണ്ടനിലും മറ്റും ഡോഗ് ഷോ ഒക്കെ ധാരാളമായി വന്ന സാഹചര്യത്തിൽ കൂടുതൽ ബ്രീഡുകൾ ഡെവലപ്പായി വന്നുകൊണ്ടിരുന്നു. FC എന്ന വേൾഡ് കാനിൻ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം 10 ഭാഗങ്ങളിലായി ഏകദേശം 339 ഡോഗ് ബ്രീഡ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവണത ഇവയിൽ ഒരുപാട് അപകടകരമായ വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയുടെ ബാഹ്യരൂപം കൂടുതൽ ആകർഷകമാക്കാൻ ബ്രീഡേഴ്സ് ശ്രമിക്കുമ്പോൾ പലപ്പോഴും ശ്വാസത്തിനായി ബുദ്ധിമുട്ടുകൾ, സ്കിൻ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നാഡീവ്യവസ്ഥ തകരാറിലാകുക, അത്തരത്തിലുള്ള നിരവധി അസ്വസ്ഥതകൾ ഇവ നേരിടേണ്ടി വരും. ചെറിയ ഇനങ്ങളിൽ അവയുടെ കാലുകളുടെ എല്ലുകളിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് വലിയ പ്രശ്നം. എന്നാൽ വലിയ ഇനങ്ങളിൽ അവയുടെ കൂടുതൽ വലിപ്പം കാരണം അവയ്ക്ക് സ്വന്തം ശരീരം തണുപ്പിക്കാനാകാതെ വരുന്നു. സ്കിൻ പ്രോബ്ലംസ്, ഇമ്മ്യൂൺ സിസ്റ്റം ഡിസീസസ്, ബ്ലഡ് ഡിസോർഡേഴ്സ്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, ഹിയറിംഗ് ആൻഡ് വിഷൻ, ഓർത്തോപീഡിക്, അതുപോലെ ഹാർട്ട് ഡിസീസ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സെലക്റ്റീവ് ബ്രീഡിംഗ് കാരണം ഇവ അനുഭവിക്കുന്നു. എന്തു തന്നെയായാലും മനുഷ്യരുടെ അതിജീവനത്തിൽ നായകൾക്കും വലിയൊരു പങ്കുണ്ട് എന്ന് പറയാതെ പറ്റില്ല. കാരണം മനുഷ്യനോടൊപ്പം തന്നെ യൂറോപ്യൻ മേഖലകളിലും മനുഷ്യനേക്കാൾ ശക്തമായി നിലനിന്ന മറ്റൊരു ഭാഗമായിരുന്നു നിയാൻഡർതാലുകൾ. ഭൂമിയിൽ നിന്ന് ഇവർ അപ്രത്യക്ഷമായിട്ട് ഏകദേശം 40,000 വർഷമായി എന്ന് കരുതുന്നു. മനുഷ്യനും നായകളും തമ്മിലുള്ള ഈ ബന്ധം എത്രത്തോളം ശക്തമാണെന്നത് അത് അവരുടെ നമ്മളോടൊപ്പമുള്ള പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്.
മനുഷ്യ ശരീരത്തിൽ വരുന്ന പല മാറ്റങ്ങളും, ഉദാഹരണമായി ക്യാൻസർ മണത്തറിയാൻ സാധിക്കുന്ന നായകൾ, അതുപോലെ തന്നെ സഹായിക്കുന്ന നായകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നായകൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഒരുതരം കെമിക്കൽ ആൻഡ് ഇമോഷണൽ ബോണ്ട് മനുഷ്യനും നായകളും തമ്മിൽ ഉണ്ട്. സ്നേഹവും വാത്സല്യമൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. എപ്പോഴെല്ലാം മനുഷ്യനും നായകളും അടുത്തിടപെടുന്നു ആ സമയങ്ങളിൽ അവരുടെ രണ്ട് കൂട്ടരെയും ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടായി വരുന്നത് അവർ തമ്മിലുള്ള ആത്മബന്ധം തെളിയിക്കുന്നതാണ്. പലപ്പോഴും മരിച്ചു പോയതോ തങ്ങളെ ഉപേക്ഷിച്ചു പോയതോ ആയ മനുഷ്യരെ ജീവിതകാലം മുഴുവൻ കാത്തിരുന്ന നായ്ക്കളുടെയും അതുപോലെ പല കഠിനമായ സാഹചര്യങ്ങളിൽ പോലും മനുഷ്യ കുടുംബത്തോടൊപ്പം പൂർണ്ണ വിശ്വസ്തയോടെ നിന്നിരുന്നവയുടെയൊക്കെ നിരവധി കഥകൾ നാം കേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ ആണെങ്കിലും ചെറിയ തെറ്റുകൾ കണ്ടാൽ പോലും അവയെ ഉപദ്രവിക്കുവാനും ആക്രമിക്കുവാനും ശ്രമിക്കുന്ന ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അതിന് പലപ്പോഴും അവർക്ക് പല കാരണങ്ങളും ഉണ്ടായേക്കാം. ഇത് എന്തു തന്നെ ആയാലും ഒന്നുറപ്പാണ്, നായകൾ എന്നും അവയുടെ കൂട്ടത്തോടും കുടുംബത്തോടും പൂർണ്ണമായും കൂറുള്ളവരായിരിക്കും. അത് മനുഷ്യനടങ്ങുന്നതായാലും ശരി, കാരണം അത് അവയുടെ ജീനിൽ ഉള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ.